സ്കൂളിൽ പോകണ്ടാത്ത ദിവസങ്ങളിലെ ഒരു സ്ഥിരം പരിപാടിയാണ് ഇപ്പം ഇത്. അടുപ്പൊക്കെ കത്തിച്ച് ഒരു സിനിമയൊക്കെ കണ്ട് അവസാനം അവിടെ തന്നെ പായ ഷീറ്റുമൊക്കെ വിരിച്ച് എല്ലാവരും ഒരുമിച്ച് കിടന്നുറങ്ങുക. അങ്ങനെ രാവിലെയായി. ഞങ്ങൾ അപ്പത്തിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി. ഗ്രീൻ പീസ് കറിയും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പാലപ്പത്തിൻ്റെ മാവൊക്കെ കഴിയാറാകുമ്പോഴത്തേക്കിന് അതിൻ്റെ അകത്ത് കുറച്ച് അധികത്തിൽ പഞ്ചസാര ഇട്ട് ഇതുപോലെ മൊരിയിച്ച് നല്ല ഫ്രില്ലുള്ള അപ്പം എന്നാണ് പറയുന്നത്. ഇത് കണ്ടപ്പോൾ മമ്മിയാണ് ഓർമ്മ വന്നത്. മമ്മിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ കാപ്പികുടിയൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി സർവീസിന് കൊടുത്തത് മേടിക്കാൻ പോയി. ഇത് നമ്മളുടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന കാറ്റാടി മരങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ അടുത്തൂടെ പലതവണ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും അടുത്ത് നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ ആദ്യമായിട്ട് എടുക്കുകയാണ്. നല്ല ഭംഗിയാണ് കാണാൻ. അത്യാവശ്യം നല്ല കാലാവസ്ഥയായിരുന്നു. വലിയ തണുപ്പും ഇല്ല, മഴയും ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിലെത്തി. അച്ചാച്ചനും പിള്ളേരും പുറത്ത് കുറച്ച് പണികളും തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ആ സമയം കൊണ്ട് ഞാനൊരു മീൻകറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നല്ല ചൂട് മീൻകറിയും ചോറും നല്ല പരിപ്പ് കറിയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ തലേന്നത്തെ കിഴങ്ങ് മെഴുക്കുവരട്ടിയും പാവയ്ക്ക മെഴുക്കുവരട്ടിയും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് കാര്യം കുശാലായി. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ഇനിയിപ്പം നമുക്ക് വലിയൊരു പണിയാണ്. ഈ പെട്ടിയും ചുമക്കൊണ്ട് എങ്ങോട്ട് പോകുന്നതെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്. ഇത് എങ്ങോട്ട് വെക്കണം, ഇതിൻ്റെ അകത്ത് എന്നാന്നൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പറയാം. അപ്പം ബൈ ബൈ.